പക്ഷെ എന്നിട്ട് കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്ന് വന്ന വാർത്ത നമ്മളെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നതായിരുന്നു. 13 വയസ്സുള്ള 4 കുഞ്ഞുങ്ങൾ തങ്ങളുടെ കാരണം അല്ലാതെ, അല്ലെങ്കിൽ തങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തതിൻ്റെ കാരണത്തിൻ്റെ പുറത്തല്ലാതെ മരണപ്പെടേണ്ടി വരിക എന്ന് പറയുന്നത് വല്ലാത്ത ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ്. ഇതിന് ശരിക്കും ഉത്തരവാദി നമ്മുടെ PWD വകുപ്പും സർക്കാരും തന്നെയല്ലേ? തീർച്ചയായിട്ടും വളരെ ദാരുണമായ, അത്യന്തം വേദനാജനകമായൊരു സംഭവമാണ് ഇന്നലെ വൈകിട്ട്, വ്യാഴാഴ്ച വൈകിട്ട് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ മണ്ണാർക്കാടിന് സമീപത്ത് പനയം പാടത്ത് എന്ന സ്ഥലത്ത് അരങ്ങേറിയത്. അതെ, 4 കൊച്ചു കുഞ്ഞുങ്ങൾ, ബാല്യം വിട്ട് കൗമാരത്തിലേക്ക് കാലെടുത്ത് വെച്ച 13 വയസ്സ് മാത്രമുള്ള 4 കുട്ടികൾ, അതും പെൺകുട്ടികൾ. എന്താ പറയണ്ടേ, ജീവിതത്തിലും പഠനത്തിലും ഉല്ലാസത്തിലും കളികളിലുമൊക്കെ ഒരുമിച്ച് ജീവിച്ച അവർ ഒരുമിച്ച് മരണത്തിനും കീഴടങ്ങി. അതിദാരുണമായി, ഒന്ന് നിലവിളിക്കാൻ പോലും ആകാതെ, തങ്ങൾ മരിക്കുകയാണ് എന്ന് പോലും അറിയാതെ അവർ നിമിഷം കൊണ്ട് എല്ലാം കഴിഞ്ഞു, അവർ മരണത്തിന് കീഴടങ്ങി. അത്യന്തം ദാരുണമായ, അത്യന്തം വേദനാജനകമായ, എല്ലാ രക്ഷിതാക്കളെയും കണ്ണീരിലാഴ്ത്തുന്ന, കേൾക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും ഹൃദയം പിടഞ്ഞു പോകുന്ന ഒരു വാർത്ത ആണത്. റിത ഫാത്തിമ, ഇർഫാന ഷെറിൻ, റിന ഫാത്തിമ, ആയിഷ, ഈ 4 പേരാണ് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത്. അവർ കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂൾ, മണ്ണാർക്കാടുള്ള കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഇവർ സ്കൂൾ വിട്ട്, ഒരു പരീക്ഷ കഴിഞ്ഞ് സ്കൂൾ വിട്ട് റോഡ് അരികിലൂടെ നടന്ന് വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഈ അപകടം നടന്ന സ്ഥലത്തുനിന്ന് വെറും 300 മീറ്റർ മാത്രം അകലെയാണ് അവരുടെ വീട്. അങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് എതിരെ വന്ന ഒരു ലോറി നിയന്ത്രണം തെറ്റി ഇവരുടെ മുകളിലേക്ക് പാഞ്ഞു കയറുകയും മറിഞ്ഞ് ഇവർ ആ ലോറിക്ക് അടിയിൽ പെട്ടുപോവുകയും ചെയ്തു. രക്ഷാപ്രവർത്തനം പോലും അത്യന്തം ദുഷ്കരമായിരുന്നു. 3 പേർ ആ സ്പോട്ടിൽ തന്നെ മരിച്ചു. അവരെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ആ 3 കുട്ടികൾക്കും ജീവനില്ലായിരുന്നു. 4ാമത്തെ കുട്ടിയും മരണത്തിന് കീഴടങ്ങി. ഇത് ആരാണ് ഇതിന് ഉത്തരവാദി? ഈ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. സത്യത്തിൽ ഈ 4 കുട്ടികളെ കൊലയ്ക്ക് കൊടുക്കുകയാണ് നമ്മുടെ ഭരണകൂടവും അധികൃതരും പൊതുമരാമത്ത് വകുപ്പും ഒക്കെ. ഇവിടെ റോഡ് സേഫ്റ്റി കമ്മീഷണറുണ്ട്, എന്ത് ഫലം? മോട്ടോർ വാഹന വകുപ്പുണ്ട്, എന്ത് ഫലം? പോലീസുണ്ട്, ഈ 4 കുട്ടികളെ രക്ഷിക്കാൻ പറ്റിയില്ല. 4 കുടുംബങ്ങളെയാണ് കണ്ണീർ കയത്തിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നത്. ഇതിന് എല്ലാവരും ഉത്തരവാദികളാണ്. ഇത് സർക്കാരിനും പൊതുമരാമത്ത് വകുപ്പിനും റോഡ് സേഫ്റ്റി വിഭാഗത്തിനും ഒന്നും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ല. ലോറി, എതിർദിശയിൽ വന്ന ലോറി ഈ ലോറിയിൽ ഒന്ന് ഇടിക്കുകയും, ഒരു വശത്ത് ഇടിക്കുകയും, ഇതിൻ്റെ നിയന്ത്രണം തെറ്റി, അമിത വേഗത്തിലായിരുന്നു, നിയന്ത്രണം തെറ്റിയാണ് ഈ ലോറി മറിഞ്ഞ് കുട്ടികളുടെ ദേഹത്തേക്ക് മറിഞ്ഞത്. ഇവർ 5 കുട്ടികളുണ്ടായിരുന്നു. അതിൽ ഒരാൾ എതിർവശത്തേക്ക് ഓടി മാറിയത് കൊണ്ട് രക്ഷപ്പെട്ടു, മറ്റു കുട്ടികൾക്ക് ഓടി മാറാൻ പറ്റിയില്ല. അത് രക്ഷപ്പെട്ട കുട്ടി അജിനയാണ്. അജിനയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലായില്ല. ആ കുട്ടി ഹൃദയം തകർന്ന് ഒന്നും മിണ്ടാനാകാതെ ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരികൾ, അതായത് ഒരാത്മാവും 5 ശരീരവും എന്ന് പറഞ്ഞ് ജീവിച്ച ആ കൂട്ടുകാരികൾ, അതിലൊരാൾ മാത്രം അവശേഷിക്കുന്നു. ബാക്കി 4 പേരും അവരെ നമ്മളെ വിട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ് ദാരുണമായ സത്യം. ഈ റോഡ് നിരന്തരം അപകടങ്ങൾ നടക്കുന്നൊരു റോഡാണ്, അറിയാമല്ലോ. ആ റോഡ് ഇപ്പോൾ പുതുക്കി പണിത് ഒക്കെ ചെയ്തു, അറ്റകുറ്റപ്പണിയെല്ലാം ചെയ്തു, അത് വളരെ നല്ല സ്മൂത്ത് റോഡൊക്കെ ആക്കിയിട്ടുണ്ട്. പക്ഷേ ആ റോഡ് നിരന്തരം അപകടത്തിൽപ്പെടുന്നു. നാട്ടുകാർ നിരവധി തവണ നിവേദനങ്ങളും പരാതിയുമായിട്ട് അധികൃതരെ സമീപിച്ചു. ഈ റോഡ് പ്രത്യേകിച്ചും ഈ എന്താ പറയേണ്ട, ഈ പാടം, ഈ കരിമ്പന ഹയർ സെക്കൻഡറി സ്കൂളിനടുത്ത് വരുന്ന പനയം പാടത്തെന്ന് പറയുന്ന ജംഗ്ഷൻ, അവിടെ അശാസ്ത്രീയമായിട്ടാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ ഡിവൈഡറില്ല, കൈവരിയോടുകൂടിയ നടപ്പാതയില്ല, അപകട മുന്നറിയിപ്പ് നൽകുന്ന ബോർഡുകളില്ല, ഇതൊന്നുമില്ലാത്ത ഒരു റോഡ്. ഈ റോഡിൽ ഇങ്ങനൊരു അപകടം സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. നമുക്ക്
ഒരു നടപ്പാതയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടികൾ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. അതിന് പോലും അവിടെ ഇല്ല. ഇത് ഈ ദുബായ് കുന്ന് എന്ന് പറയുന്ന സ്ഥലം മുതൽ ഈ പനയം പാടം വരെ റോഡ് പൊളിച്ച് പുതുതായിട്ട് നിർമ്മിക്കണം എന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ നിരവധി തവണ അധികൃതരെ സമീപിച്ചതാണ്. ഒരു ഫലവും ഉണ്ടായില്ല. ഇത് തികച്ചും അശാസ്ത്രീയമായിട്ടാണ് ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. പൊതുമരാമത്ത് വകുപ്പിനും സർക്കാരിനും ഒന്നും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ല. സംസ്ഥാനത്ത് നമ്മുടെ റോഡ് അപകടങ്ങൾ മൂലം നഷ്ടപ്പെടുന്ന ജീവനുകൾ നിരവധിയാണ്. ഇപ്പം കളർക്കോട് ജംഗ്ഷനിൽ തന്നെ ഏതാനും ദിവസങ്ങൾ ആലപ്പുഴയിൽ മെഡിക്കൽ വിദ്യാഭ്യാസം പഠിക്കുന്ന ഒരു വർഷം ആയിരിക്കുന്ന വിദ്യാർത്ഥികൾ അവരാണ് മരണപ്പെട്ടത് റോഡ് അപകടത്തിൽ. 7 പേരോളം ഉണ്ടായിരുന്നു. 2024 കണക്ക് പ്രകാരം, ഒക്ടോബർ വരെയുള്ള കണക്ക് പ്രകാരം സംസ്ഥാനത്ത് 4821 റോഡ് അപകടങ്ങൾ, ഒക്ടോബർ വരെയുള്ള കണക്കാണ്, റോഡ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ 3168 ജീവനുകളാണ് പൊലിഞ്ഞത്. അപ്പം ഈ ഒരു സംഭവം തന്നെ, മണ്ണാർക്കാടുള്ള പാലക്കാട്ടെ ഈ ഒരു സംഭവം തന്നെ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. റോഡ് പണിയുന്നതിലുള്ള അശാസ്ത്രീയമായ രീതികൾ ഇതെല്ലാം ഈ മരണത്തിലേക്ക് കലാശിപ്പിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു ദേശീയപാതയാണിത്. ശരാശരി വേണ്ട ഒരു വീതി ഈ റോഡിനില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കാരണം അതുകൊണ്ടാണ് എതിർദിശയിൽ നിന്ന് വരുന്ന ഒരു ലോറി, സിമൻറ്റുമായി വരുന്ന ഒരു ലോറി, മറ്റ് ദിശയിൽ നിന്ന് വരുന്ന വേറൊരു ലോറി, ഈ ലോറി ഈ സിമൻറ്റ് കയറ്റി വരുന്ന ഈ ചരക്ക് ലോറിയുടെ സൈഡിൽ ചെറുതായിട്ടൊന്ന് തട്ടി. അതിൻ്റെ ആഘാതത്തിൽ ഈ ലോറി മറഞ്ഞു വീണു. ആ മറഞ്ഞു വീണത് ഈ കുട്ടികളുടെ മുകളിലേക്കായിരുന്നു. ആ ഒരു സാഹചര്യം തന്നെ ഉടലെടുക്കാൻ എന്താ കാരണം? റോഡിന് വീതിയില്ല. കൃത്യമായിട്ട് ഇവിടെ ഒരു നടപ്പാത ഉണ്ടായിരുന്നുവെങ്കിൽ, കൈവരികളോടെയുള്ള ഒരു നടപ്പാത ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കുട്ടികളുടെ ജീവൻ ഒരു പക്ഷേ രക്ഷപ്പെടുമായിരുന്നു. ഇവർ റോഡിലൂടെ തന്നെയാണ് നടന്നു പോകുന്നുണ്ടായിരുന്നത്. ഈ കുട്ടികൾ റോഡ് ഏതാ നടപ്പാത ഏതാ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് നമ്മുടെ പല റോഡുകളും നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വളരെ അങ്ങേയറ്റം നിരുത്തരവാദപരമായി, അങ്ങേയറ്റം അനാസ്ഥ നിറഞ്ഞു നിൽക്കുന്ന ഒരു നിർമ്മാണ പ്രവൃത്തിയാണ് നമ്മുടെ പല റോഡുകളിലും നടന്നിരിക്കുന്നത്. കേരളത്തിലെ പ്രത്യേകിച്ചും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ വരുന്ന റോഡുകളുടെ സ്ഥിതി വളരെ ശോചനീയമാണ്. ഒരുപാട് റോഡുകൾ തകർന്നു കിടക്കുന്നു, അത് മറ്റൊരു വിഷയം. അതിനുമൊക്കെ അപ്പുറത്തേക്ക് ഈ പറഞ്ഞതുപോലെ അശാസ്ത്രീയമായ നിർമ്മിച്ച റോഡുകൾ തന്നെ ടാർ ചെയ്ത് പുതിയ രീതിയിൽ ഒക്കെ നിർമ്മിച്ചിരിക്കുന്ന റോഡുകൾ തന്നെ വളരെ അശാസ്ത്രീയമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് പഠിപ്പിച്ചു തരുന്നൊരു പാഠം, ഈ എന്താ പറയേണ്ട, മനുഷ്യജീവന് യാതൊരു വിലയും സർക്കാരും അധികൃതരും നൽകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നമ്മുടെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ അപകടത്തെക്കുറിച്ച് അറിഞ്ഞ്, പ്രത്യേകിച്ച് ഇപ്പം ആലപ്പുഴ ജില്ലയിൽ നടന്നതും തൊട്ടുപുറകെ കേവലം ഒരാഴ്ചത്തെ പോലും വ്യത്യാസമില്ല, അകലമില്ല. 2 ദാരുണമായ അപകടങ്ങൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ലോകത്തിന് മുന്നിൽ രാജ്യാന്തര സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുക്കാൻ പോകുമ്പോൾ ലോകത്തിന് മുന്നിൽ നാണം കെട്ട് തല കുനിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ്. കാരണം നമ്മുടെ രാജ്യത്ത് ഒരു വർഷം 1,78,000 പേരാണ് റോഡ് അപകടങ്ങളിൽ മാത്രം മരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ഭീകരമാണ് നമ്മുടെ അവസ്ഥ. ഇപ്പോൾ നിതിൻ ഗഡ്കരി ഇങ്ങനെ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നു എന്ന് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ നടപടിയൊന്നും എടുക്കാനില്ലേ? ഇക്കാര്യത്തിൽ ഈ അപകടങ്ങളുടെ തോത് കുറയ്ക്കാൻ, അപകടങ്ങൾ പരിപൂർണമായിട്ടും ഇല്ലാതാക്കാൻ യാതൊരു വിധത്തിലുള്ള നടപടികളും സ്വീകരിക്കാനില്ലേ സർക്കാരുകൾക്ക്? കൃത്യമായിട്ട് ഇതിനകത്ത് ഇപ്പോൾ ഈ സംഭവത്തിൽ ഈ പാലക്കാട് പോലും മോട്ടോർ വാഹന വകുപ്പും പറയുകയാണ് ഇത് വലിയ അപകടം പിടിച്ചൊരു സ്ഥലമാണ്. ഇത് അപകടം പിടിച്ച സ്ഥലമാണെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? അതോ അത് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കണ്ടേ? അല്ലേ? അതെ, അതാണ് വേണ്ടത്. ആ നടപടികൾ എത്രയും വേഗം സ്വീകരിക്കാൻ പറ്റുകയാണെങ്കിൽ സ്വീകരിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ പ്രധാനപ്പെട്ട ദേശീയപാതകളെല്ലാം വളവും തിരിവും
ഈ റോഡ് ഈ വളരെ കോഴിക്കോട് സങ്കീർണമായ രീതിയിലാണ് ആ റോഡിന്റെ നിർമ്മാണം മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. അപ്പം കൃത്യമായിട്ട് എവിടെയൊക്കെയാണ് അപകട സാധ്യതകൾ ഉള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ കൃത്യമായ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ അത് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഈ ലോറി ഓടിക്കുന്ന ആളുകളുടെയൊക്കെ ഒന്നാമത്തെ കാര്യം, ഈ ലോറി ഓടിച്ച ആളുകളുടെ വലിയ രീതിയിലുള്ള ഡ്രൈവിങ്ങിലുള്ള പിഴവ് ഇവിടെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. കാരണം എതിർദിശയിൽ നിന്ന് വന്ന ലോറി ഈ ലോറിയുടെ സൈഡിൽ ഇടിച്ചുകൊണ്ടാണ് ഇത് തെറിച്ചു പോകുന്നത്, നിയന്ത്രണം തെറ്റി വീഴുന്നത്. അയാൾ എങ്ങനെയാണ് അങ്ങനെ വരുന്നത്? തീർച്ചയായിട്ടും അത് അമിത വേഗം, നിയമങ്ങൾ പാലിച്ചില്ല. ഇയാൾക്ക് ലൈസൻസ് ഉണ്ടോ? ഒരു പിടിയുമില്ല. എന്തായാലും ഇയാൾ ഏതെങ്കിലും ലഹരിയുടെ പുറത്താണോ വണ്ടി ഓടിച്ചത്? അതൊക്കെ പോലീസ് ഉടനെ വിവരങ്ങൾ പുറത്തു വരും. തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷണ വിധേയമായി കർശനമായ നടപടി വേണം. ശിക്ഷാ നടപടികളിലേക്ക് കടക്കണം. ഒരു തരത്തിലുള്ള ദയയും ഇക്കാര്യത്തിൽ പാടില്ല. ഇതെല്ലാം വേണ്ടതാണ്. എന്തായാലും ആ മരണത്തിന് കീഴടങ്ങിയ 4 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഇനിയെങ്കിലും ഈ സർക്കാരെ കണ്ണു തുറക്കൂ, അധികൃതരെ കണ്ണു തുറക്കൂ, ഈ നാട് റോഡ് ചോരക്കളമാക്കരുതേ എന്ന് മാത്രമേ നമുക്ക് അവരോട് പറയാനുള്ളൂ. വേറൊരു പ്രധാനപ്പെട്ടൊരു വിഷയം എന്ന് പറയുന്നത്, റോഡ് തങ്ങളുടെ തറവാട് സ്വത്താണെന്ന് കരുതി റോഡിലൂടെ വാഹനം ഓടിക്കുന്ന നിരവധി ആളുകളുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക, റോഡ് പൊതുസമൂഹത്തിൻ്റെ തറവാട് സ്വത്താണ്, നിങ്ങളുടെ മാത്രം തറവാട് സ്വത്തല്ല. അപ്പം റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ എല്ലാവരും സുരക്ഷിതമായിട്ട് വണ്ടി ഓടിക്കുക. കാരണം നിങ്ങളുടെ ഒരു അശ്രദ്ധ കൊണ്ട് മറ്റൊരാളുടെ ജീവൻ പോലും, ഒരു തെറ്റും ചെയ്യാത്ത മറ്റൊരാളുടെ ജീവൻ പോലും പൊലിയാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും.